ഞാൻ ഇനി ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിന് മിനിസ്റ്റർ അല്പസമയം കൂടി തുടരണം. ഞാൻ ജിയോളജിസ്റ്റ് ശ്രീകുമാറിനോട് എനിക്കൊരു ചോദ്യമുള്ളത്, പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു, നമ്മൾ പുനരധിവാസത്തിലേക്ക് എത്തി. ഇനി ദുരന്ത നിവാരണവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അതിൻ്റെ പ്രതിരോധവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നു, പ്രകമ്പനങ്ങൾ നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നു, ഇനിയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഈ മേഖലയിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വാർണിംഗ് സിസ്റ്റം ഈ മേഖലയിൽ സ്ഥാപിക്കുന്നത് എത്രത്തോളം ആവശ്യമാണ് ശ്രീകുമാർ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഡെറാഡൂണിലും തമിഴ്നാട്ടിലും നീലഗിരിയിലും ഇതേപോലെ വാർണിംഗ് സിസ്റ്റം 4 വർഷം ടെസ്റ്റിന് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിന് ശേഷം. വയനാട്ടിലെ പല മേഖലകളിലും നമുക്ക് ഈ വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ കഴിയുമോ? അതിൻ്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്? നമുക്കത് സർക്കാരിനോട് പറയാൻ കഴിയുമോ ശ്രീകുമാർ ഈ ഘട്ടത്തിൽ? നമ്മൾ 2018-19 ശേഷമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പല സ്ഥലങ്ങളിലും ഈ ഏർലി വാർണിംഗ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിക്കുന്നത്. അവർ ശരിക്കും ഒരു ട്രയൽ റണ്ണിലാണിപ്പോൾ. കാരണം നമുക്ക് പല ഡേറ്റകളും പരിശോധിച്ച് അതിൻ്റെ ഒരു ഫലം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് പല ഇപ്പം നേപ്പാളിലൊക്കെ പല ഏജൻസികളുമൊക്കെ യൂണിവേഴ്സിറ്റികൾ, വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുമൊക്കെ ഇത്തരത്തിലുള്ള പല ഏർലി വാർണിംഗ് സിസ്റ്റംസും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോട്ടോടൈപ്പ് നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് അത് സ്ഥാപിക്കാൻ നമുക്ക് സഹായമാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഒരു സൈറ്റ് സ്പെസിഫിക് ആണ്. അതായത് ഒരു പ്രദേശത്തിന് യോജിക്കുന്നതായിരിക്കില്ല മറ്റൊരു പ്രദേശത്ത് വരിക. കാരണം അവിടുത്തെ മഴയുടെ തോത് വന്നു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ഇതൊരു ഹൈഡ്രോ മീറ്റിയോളജിക്കൽ ഡിസാസ്റ്റർ എന്നാണ് ലാൻഡ് സ്ലൈഡിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം മഴ ഇറങ്ങിച്ചെല്ലുന്ന എത്ര ഡെപ്തിലാണ്, ഈ കനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എത്രമാത്രം, കാരണം ആ മണ്ണിൻ്റെ അകത്തുള്ള പോറസ് സ്പേസസ് എത്രമാത്രം വോയിഡ് സ്പേസസ് ഉണ്ട്, അതെങ്ങനെയാണ് ഈ വെള്ളം താഴോട്ട് വളരെ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഓരോ പ്രാദേശികമായിട്ടായിരിക്കും അതിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുന്ന വാർണിംഗ് സിസ്റ്റം വേണ്ടത്. ഇതുകൂടി നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ, ഈ ഏർലി വാർണിംഗ് സിസ്റ്റം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലാണ് ഇരിക്കുന്നത്, തമിഴ്നാട്ടിലാണെങ്കിലും ഡെറാഡൂണിലാണെങ്കിലും. നമുക്കതിനെക്കുറിച്ച് കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടാവുന്നതല്ലേ? പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉള്ളാകുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഫലം കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ട സമയമായിട്ടില്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. ആ നിലയിൽ തന്നെ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോകാം. ഇത് ഓരോ ഇടങ്ങളിലും വ്യത്യസ്തമായ ഒരു നില വരുന്നതിൻ്റെ പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉള്ള പ്രശ്നങ്ങൾ മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ച് ഏർലി വാർണിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത് സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. മിനിസ്റ്റർ, ഇവരോടൊക്കെ ക്യാമ്പിലുള്ളവരോടൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ, ഇന്നിപ്പോൾ ജനകീയ തെരച്ചിലിന് മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ മനസ്സിപ്പോൾ എങ്ങനെയാണ്, ഏത് നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു മിനിസ്റ്റർ? ജനകീയ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയൊരു അനുഭവം, ക്യാമ്പിൽ ഉള്ള സമയത്ത് സന്നദ്ധ അറിയിച്ച് വരാൻ തയ്യാറായവർ ഇവിടെ എത്തുമ്പോൾ മനസ്സൊന്ന് പെടയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ അരുണുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തോ ആണല്ലോ, ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ പെടയിലുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ വലിയ നിലയിലേക്കുള്ള ജനകീയ തെരച്ചിൽ നടത്താൻ പോവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച ഉച്ചവരെ വലിയ നിലയിൽ നടത്തുകയാണ്. പക്ഷേ അതിൽ മാനസികമായി ഇത് താങ്ങാൻ പറ്റാത്ത ആളുകളെ ഇവിടെ കൊണ്ടുവരാത്തൊരു നില സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. കാരണം ആ ക്യാമ്പിൽ നിന്നൊരു കുഴപ്പമില്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മണ്ണെല്ലാമാണല്ലോ. ആ മണ്ണ് നഷ്ടപ്പെടുന്നു, മണ്ണിൻ്റെ ചിത്രം തന്നെ ആകെ മാറുന്നു, ആ പ്രദേശമാകെ മാറുന്നു. അത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ നിലയിൽ പറ്റാവുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവരിക, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ എല്ലാവരെയും കൊണ്ടുവരിക. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അതോടൊപ്പമുണ്ട്, എല്ലാവരും ഉണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോഴും അത് തന്നെയാണ് ആലോചിച്ചത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെ, ഞങ്ങളെല്ലാവരും മന്ത്രിമാർ, അതുപോലെ തന്നെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ചാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആലോചനകൾ നടത്തുന്നത്. അപ്പോൾ ജനകീയ തെരച്ചിൽ എല്ലാ നിലയിലും ഞായറാഴ്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കുക,
അവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് നടപ്പിലാക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്.